I'm highly visible, I am highly publicly accountable. Will you take any employee that comes in, anybody who walks into your organization? അവർ ഞാൻ മനഃപൂർവ്വം വിളിച്ചില്ല. പല ആൾക്കാർ ചിരിച്ചു. What do you see the future of this? ബിസിനസ്സിൽ വളരെ പ്രധാനമാണ് ബന്ധങ്ങൾ. ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിലും ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, ഇല്ലേ? ഈ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും വലിയ നഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും. നിങ്ങൾ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിനെ വളർത്തി വലുതാക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബിസിനസ്സിൽ ബന്ധങ്ങളുടെ വില നിങ്ങൾക്ക് മനസ്സിലാകും. അത് എത്രത്തോളം അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. ബിസിനസ് ബന്ധങ്ങളുടെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ അത്യാവശ്യമാണ്. അത്തരത്തിൽ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രചാരമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് BNI, ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ. കേരളത്തിൽ ഇത് പ്രചാരമായി വരുന്നു എങ്കിലും ഇത് 1985 ഡോക്ടർ ഇവാൻ മൈസ്നർ അമേരിക്കയിൽ കാലിഫോർണിയയിൽ തുടങ്ങിയ നെറ്റ്വർക്കാണിത്. BNI കുറിച്ച് കൂടുതൽ അറിയാൻ, BNI കൊണ്ട് ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സംസാരിക്കാം മിസ്റ്റർ വികാസ് അഗർവാൾ. BNI ട്രിവാൻഡ്രം റീജിയൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് വികാസ്. ലെറ്റ്സ് ടോക്ക് വിത്ത് ഹിം. Hello, Vikas. Great to meet you. Yes, likewise. Okay. So, Vikas, എനിക്ക് ബേസിക്കലി അറിയേണ്ടത് about the BNI, right? Because you, വികാസ് ആണ് ട്രിവാൻഡ്രം റീജിയൻ്റെ ഇത് ഫേസ് ഓഫ് BNI എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ ബാക്കിയുള്ള ദർ ആർ മെനി ക്ലബ്സ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ പല ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് BNI? ഇപ്പം എല്ലാവർക്കും അറിയാം BNIയുടെ ഫുൾ ഫോം മേ ബി ലൈക്ക് ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ എന്നുള്ളത്. പക്ഷെ അതിൽ ഉപരി എന്താണ് BNI? ഓക്കെ, അപ്പോൾ ഓരോരോ ഓർഗനൈസേഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടാവും, അതിൻ്റെ ഒരു കാരണം ഉണ്ടാവും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലയൺസ് ക്ലബ് ആയിക്കോട്ടെ, റോട്ടറി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഉദ്ദേശമുണ്ട് അത് ഓർഗനൈസേഷൻ സ്ഥാപിക്കാൻ വേണ്ടി. BNI ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് ബിസിനസ്സിൻ്റെ അംഗങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പരസ്പരം എങ്ങനെ നമുക്ക് റെഫർ ചെയ്തതിന് ശേഷം ബിസിനസ് കൂട്ടാൻ പറ്റും. പ്രധാനമായിട്ട് ഇതൊരു സ്മോൾ ആൻഡ് മീഡിയം, അതായത് ചെറുകിട സംരംഭം ആൾക്കാർക്ക് വേണ്ടിയാണ് BNI തുടങ്ങിയേക്കുന്നത്. ആൻഡ് ഹൗ അക്രോസ് ദി കൾച്ചേഴ്സ്, അതായത് ഇന്ന് 80 രാജ്യത്തിൽ BNI ഉണ്ട്, ഇന്ത്യയിലെ തന്നെ 130 സിറ്റീസിൽ BNI ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കൾച്ചേഴ്സും ഡൈവേഴ്സിറ്റി ഉൾക്കൊടുത്ത് നമുക്ക് ഒറ്റ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണ് ആ BNI നോക്കുന്നത്. ഹൗ വി ക്യാൻ ഹെൽപ്പ് ബിസിനസ്സസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പലർക്കുമുള്ള ഒരു വലിയ സംശയം, ബിക്കോസ് ഞാനിങ്ങനെ പലരും സംസാരിച്ചപ്പോൾ, ബിക്കോസ് BNI വാസ് ഫോംഡ് ഇൻ US, അതിൻ്റെ റൂട്ട്സ് അവിടെയാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ദ ഇന്ത്യൻ കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഇത് ഒരുപാട് ആ ഒരു കൾച്ചറുമായിട്ട് ഇതെങ്ങനെ കറക്റ്റായിട്ട് സിങ്കായി പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്, അവിടുത്തെ ബിസിനസ് മോഡലും മേ ബി ഇവിടുത്തെ ബിസിനസ് മോഡൽസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും? നമ്മൾ എല്ലാവരും സുനിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് സെല്ലിംഗ് സർവീസാണ്. അത് ഇന്ത്യയിലെ ഒരാളായിക്കോട്ടെ, US-ലായിക്കോട്ടെ, എവറിബഡി ഈസ് സെല്ലിംഗ് സം പ്രോഡക്റ്റ് സർവീസ്, ശരിയാണല്ലോ? അപ്പോൾ അത് ഇന്ത്യയിലെ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ, ട്രിവാൻഡ്രത്താണെങ്കിൽ, അമേരിക്കയിൽ US ഷാർലറ്റിലാണെങ്കിൽ തന്നെ എല്ലാവരും ഒരു പ്രോഡക്റ്റാണ് വിൽക്കുന്നത്. ആ പ്രോഡക്റ്റ് വിൽക്കാൻ ഒരു സ്ട്രക്ചറാണ് BNI നൽകുന്നത്. അപ്പോൾ വി സേ ഇൻ BNI ടോക്സ് ദി ലാംഗ്വേജ് ഓഫ് റെഫറൻസ്. നമുക്ക് ഭാഷ ഒരു പ്രശ്നമില്ല. വി മേക്ക് ദാറ്റ് സ്ട്രക്ചർ സോ ദാറ്റ് പീപ്പിൾ ആർ ഗെറ്റിംഗ് യൂസ് ടു ദാറ്റ് സ്ട്രക്ചർ ആൻഡ് സെൽ ദ പ്രൊഡക്ഷൻ സർവീസസ്. അപ്പോൾ അത് ഇന്ത്യ ആണെങ്കിൽ തന്നെ, ട്രിവാൻഡ്രം ആണെങ്കിൽ തന്നെ, US ആണെങ്കിൽ, വിയറ്റ്നാം ആണെങ്കിൽ തന്നെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. ആ ബാരിയർ നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് BNI ബിസിനസ് നടത്തുന്നത്. ഓക്കെ, സോ വെൻ യു ടോക്ക് അബൌട്ട് ദിസ് സ്ട്രക്ചർ, ദാറ്റ്സ് വൺ അതർ തിങ്. ലൈക്ക് സി ഫോർ എക്സാമ്പിൾ, ഇത് കുറച്ച് റിജിഡായിട്ടുള്ള കുറേ പ്രോസസ്സും കുറേ സ്ട്രക്ചറുമാണ് എന്നാണ് പൊതുവേ പറഞ്ഞു കേൾക്കുന്നത്. സോ യു ഹാവ് ടു ബി ഫോളോയിങ് സർട്ടൻ തിങ്സ്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്സ് റെഗുലർലി. അങ്ങനെ കുറച്ച് റിജിഡും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. സോ ഡു യു തിങ്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ വിൽ പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ്? ഹൗ ഡു യു തിങ്ക്? ഐ മീൻ യു ഹാവ് എ ലോട്ട് എക്സ്പീരിയൻസ് ഔട്ട് ഇറ്റ്. സോ വെൻ കമ്പയറിംഗ് വിത്ത് അതർ തിങ്, സോ what is your take on it? അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അവർ പറയാറുണ്ട് റൂട്ടീൻസ് ലിബറേറ്റേഴ്സ്. ഇറ്റ് മേ ബി ഓക്സിമോറോൺ, പക്ഷേ റൂട്ടീൻസ് ലിബറേറ്റേഴ്സ്. അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിന് ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിന് എക്സ്പേർട്ട് ആവുക.
അപ്പോൾ അതുകൊണ്ടാണ് BNI ഈ സ്ട്രക്ചർ അത്ര നമ്മൾ റിജിഡ് ആക്കിക്കൊണ്ട് മനുഷ്യന് അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാർക്ക് ഒരു ഡിസിപ്ലിൻ സ്ട്രക്ചർ കൊണ്ടുപോകുന്നുണ്ട്. പ്രധാന ഒരു കാരണം ബിസിനസ് ആൾക്കാർക്ക് ഒരു ബോസ് വേണ്ടാന്നോ, അതുകൊണ്ടാണ് അവർ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് മേ ബി അതുകൊണ്ടാണ് അക്കൗണ്ടബിളി വരാത്തത്. അവർ ഒരു ഗോൾ വെക്കുമ്പോൾ ചിലപ്പോൾ ഈ വർഷത്തെ ഡേറ്റ് മാറ്റിയിട്ട് അടുത്ത വർഷത്തെ ഡേറ്റ് വെക്കും. ആരും ചോദിക്കാനില്ല, ആരും കാണാനില്ല. പക്ഷെ ഇവിടെ നമ്മൾ പരസ്പരം അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ആ സ്ട്രക്ചർ കൊണ്ടാണ്. അപ്പോൾ ഞാൻ സുനിലിൻ്റെ അടുത്ത് ഒരു 1-to-1 ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറയും അടുത്ത വർഷം എനിക്ക് 100 കോടി ടേൺ ഓവർ എത്തണം. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് സുനിൽ എന്നെ കാണുമ്പോൾ എന്താ നീ 100 കോടി ടേൺ ഓവർ എത്താൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ചോദ്യം എനിക്ക് വരും. അത് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായി, കാരണം ഐ വിൽ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. Okay. So then you are highly visible. I am highly visible. I am highly publicly accountable. Oh, okay. That is why we say that public accountability is a big factor in BNI, and accountability is one of the core values also of BNI. ഓക്കെ. സോ അപ്പോൾ അത് പറയുമ്പോഴത്തേക്കാണ്, സോ അതായിരിക്കുമോ മേ ബി ലൈക്ക് വൺ ഓഫ് ദ മേജർ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വ്യക്തിക്ക് BNI കൊണ്ട് ശരിക്കും കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ? ഐ മീൻ അപ്പാർട്ട് ഫ്രം റെഫറൽസ്, ഡെഫിനറ്റ്ലി ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ റെഫറൽസ് കിട്ടും. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ അങ്ങനെ ബെനിഫിറ്റഡ് ആകും എന്നാണോ? അതിൽ ഞാൻ 2 കാര്യം പറയാം. സോ നോട്ട് വൺ, വിൽ ഗിവ് യു 2. ബിസിനസ് എന്തായാലും വരും, റെഫറൻസ് എന്തായാലും വരും. ഏത് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും കൂടും, അതിലെനിക്ക് ഒരു സംശയമില്ല. പക്ഷേ 2 things which no other organization gives you is learning and development. നമ്മൾ സ്വയം വികസിക്കാൻ ഒരു അവസരം അത് BNI നൽകുന്നുണ്ട്. നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് ഒരു സെമിനാർ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാറില്ല, നമുക്ക് സമയം കിട്ടാറില്ല. വി ആർ ഓൾ ബൗണ്ട് ബൈ ഡെയിലി തിങ്സ്. പക്ഷേ BNI തന്നെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പ്രധാന ഒരു ചടങ്ങാണ്. ഇറ്റ് ബിക്കംസ് വൺ പാർട്ട് ഓഫ് ബിഗ് സെറമണി ഇൻ BNI ടു ലേൺ ആൻഡ് ഡെവലപ്പ്. ആൻഡ് ഓൾസോ ദ ലേണിംഗ് ഡെവലപ്മെന്റ് ഫെസിലിറ്റേറ്റ്സ് ത്രൂ ദി സ്ട്രക്ചർ. അതായത് ഞാൻ ഒരു ബിസിനസ് ചെയ്യാൻ ഒരു രീതി BNI പഠിക്കുമ്പോൾ അതേ രീതി എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കോപ്പി അടിക്കാൻ പറ്റും. മെഷർമെൻറ്റ് മെട്രിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടബിലിറ്റി ആയിക്കോട്ടെ, ഡെലിവറി ഓഫ് മെക്കാനിസംസ് ആയിക്കോട്ടെ, ഗോൾ സെറ്റിംഗ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ BNI ഒരു ചാപ്റ്ററിൽ തന്നെ പഠിപ്പിക്കാറുണ്ട്, മേ ബി ഫോർ BNI. പക്ഷേ അതേ സിസ്റ്റംസ് നമുക്ക് സ്വന്തം ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ എഫിഷ്യൻസി കൂടും. സോ ദീസ് 2 things ഫ്രീ ഓഫ് കോസ്റ്റ് നോ അതർ ഓർഗനൈസേഷൻ ഗിവ്സ് ടു യു. ദാറ്റ്സ് ട്രൂ. ഓക്കെ. സോ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഹൈ ആണ്, ആൻഡ് മേ ബി ദ നെറ്റ്വർക്കിംഗ് ഈസ് ഓൾസോ ദാറ്റ് മച്ച് ഗ്രേറ്റ്, റൈറ്റ്? ഓക്കെ. സോ നൗ കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ പിന്നെയും കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാവർക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബിക്കോസ് അഗെയിൻ ഈ പറഞ്ഞ റിജിഡ് പോളിസീസ് ആൻഡ് എവറിത്തിങ്. സോ ദർ ഇസ് എ കമ്മിറ്റി ഇൻ എവറി ചാപ്റ്റർ ഹൂസ് അപ്രൂവ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. വൈ ഈസ് ദാറ്റ്? ബിക്കോസ് ഇറ്റ് ഈസ് നമുക്കിപ്പോൾ എല്ലാ ബിസിനസ് ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? സോ എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്? ഐ മീൻ ലൈക്ക് മേ ബി സം ഓൺട്രപ്രണേഴ്സിനെ നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം സുനിൽ. സുനിൽ ഒരു സ്ഥാപനം നടത്തുന്നു, അതിൽ മേ ബി 10 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. വിൽ യു ടേക്ക് എനി എംപ്ലോയി ദാറ്റ് കംസ് ഇൻ, എനിബഡി ഹു വർക്ക്സ് ഇൻ ടു യുവർ ഓർഗനൈസേഷൻ? അതിലൊരു ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതിൽ യു വിൽ ഹാവ് പാരാമീറ്റേഴ്സ് ദാറ്റ് ദിസ് ഇസ് വാട്ട് സൂട്ട്സ് മീ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്, ദിസ് പേഴ്സണാലിറ്റി വിൽ അലൈൻ ടു മൈ ജോബ് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത്. ഐ വോണ്ട് ടു കൺസിഡർ BNI ആസ് എ ലാർജർ ഏപെക്സ് ബോഡി ഓഫ് ഓൾ ദി ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഈ ഏപെക്സ് ബോഡിയിൽ ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല. നമുക്ക് കറക്റ്റ് ഫിറ്റിൽ പക്ഷേ 3 കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല. വി ഡോണ്ട് ലുക്ക് അറ്റ് ഹൈറ്റ്, ബോഡി, ഫേറ്റ്, ഫിസിക് ഒന്നുമില്ല. ആകെ 3 കാര്യം. ഒന്ന്, നിങ്ങൾ ബിസിനസ് ഗ്രോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും, ദാറ്റ് യു വോണ്ട് ടു ഗ്രോ യുവർ ബിസിനസ്. സെക്കൻഡ്ലി, നിങ്ങളൊരു ടീമിലൊപ്പം വർക്ക് ചെയ്യാൻ ഒരു ബിസിനസ് വ്യക്തി ആയിരിക്കണം. അത് ഞാൻ മാത്രം മതി, എനിക്ക് ആരും വേണ്ട, അങ്ങനത്തെ വ്യക്തി നമുക്ക് BNI വന്നിട്ട് ഒരു കാര്യമില്ല. ദാറ്റ്സ് ദ സെക്കൻഡ് പാർട്ട്. ആൻഡ് ദ തേർഡ്ലി, യു ഷുഡ് ബി ഓൾസോ വില്ലിംഗ് ടു ഗിവ്. നമുക്ക് കൊടുക്കാനൊരു മനസ്സുണ്ടാവണം. ബിക്കോസ് ജസ്റ്റ് ഇമാജിൻ എ വേൾഡ് വിത്ത് എവറിബഡി ഈസ് ടേക്കിംഗ്. എല്ലാവരും എടുക്കാൻ വേണ്ടി മാത്രം വരികയാണെങ്കിൽ ആരും കൊടുക്കാൻ ആരുണ്ടാവും? നമ്മൾ ഏത് കോൺഫറൻസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വിൽക്കാനാണ് നോക്കുന്നത്, മേടിക്കാൻ ആരെങ്കിലും പോരുണ്ടോ? ആരും പോരില്ല. എക്സിബിഷൻസ് അല്ലെങ്കിൽ ട്രേഡ് ഫെയർസിൽ മാത്രം മേടിക്കാൻ ആൾക്കാർ പോകാറുള്ളൂ, കോൺഫറൻസിൽ ആരും പോകാറില്ല. പക്ഷെ ആർക്ക് ജയം? ആർക്ക് ജയില്ല? എല്ലാവർക്കും തോൽവി മാത്രമേ ഉള്ളൂ. BNI നേരെ തിരിച്ച് നമുക്ക് കൊടുക്കാനാണ് പഠിക്കുന്നത്. അവർ പ്രൊഫൗണ്ട് ഫിലോസഫി ഈസ് ഗിവേഴ്സ് ഗെയിൻ. അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർ വട്ടാണോ, 50,000 കൊടുത്തിട്ട് ഞാൻ കൊടുക്കാനാണ് പോകുന്നത്. പക്ഷേ അങ്ങനെയാണ് സത്യത്തിൽ. ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ദാറ്റ് കൊടുത്താൽ മാത്രം കിട്ടുള്ളൂ. So that's the mindset change that we want to bring, where people want to grow their business, they want to work with the team, and they want to give. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി പൂർത്തീകരിക്കുകയാണെങ്കിൽ he can be part of BNI. Does not have to be 1 crore person, can be a 1 lakh person, can be 100 crore person. അത് ടിക്കറ്റ് സൈസ് ഇവിടെ പ്രശ്നമേ ഇല്ല. ഈ 3 കാര്യങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ we are welcoming it.
ഓക്കെ സോ വിച്ച് ഇസ് റിയലി ഗ്രേറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ചാപ്റ്റർ ആണ്, ഐ മീൻ ട്രിവാൻഡ്രം റീജിയൻ ഈസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റീജിയൻ വിച്ച് കംസ് അണ്ടർ യു, അല്ലെങ്കിൽ വികാസ് വന്നതിന് ശേഷമായിരിക്കും ഇത്രയും വന്നത്. സോ വാട്ട് ഡു യു സീ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് റീജിയൻ? ഐ മീൻ ലൈക്ക് എന്താണ് വികാസിൻ്റെ ഒരു വിഷൻ ടുവേഴ്സ് Trivandrum region? So here I'll have to be a little skeptical because as they say, no, or a CEO, the CEO's whisper is like a scream. അപ്പോൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ബി എനെ അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നില്ല പറഞ്ഞാൽ അടുത്ത ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ടാവും ട്രിവാൻഡ്രം ബി എനെ പൊളിയാൻ പോകാം. So I have to be very careful over here. But my vision for Trivandrum is, very large. I come from Cochin. ഞാനൊരു കൊച്ചി ജനിച്ച ആളാണ്. ട്രിവാൻഡ്രം ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇവിടെ ആകെ ഒരു 10-15 സുഹൃത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഞാൻ മനഃപൂർവ്വം വിളിച്ചില്ല. ഐ ഡിൻ കോൾ ദം ബിക്കോസ് ഐ വാണ്ടഡ് ടു ദ സിസ്റ്റം ടു ഗ്രോ ഓർഗാനിക്കലി. അന്ന് ഞാൻ ഒരു പ്രഖ്യാപിച്ചു 25 ചാപ്റ്റർ നമുക്ക് 5 വർഷം കൊണ്ട് ഉണ്ടാവും, 1000 മെമ്പേഴ്സ് ഉണ്ടാവും. പല ആൾക്കാർ ചിരിച്ചു. പക്ഷേ ടുഡേ വി ആർ സെയിങ് പ്രൗഡ്ലി ദാറ്റ് വി ആർ ക്ലോസ് ടു 700 മെമ്പേഴ്സ്. വി ആർ 14 ചാപ്റ്റേഴ്സ് ഇൻ ജസ്റ്റ് 4 years ടൈം. ഇനി അടുത്ത വിഷനിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ 2030 വരെ എനിക്ക് തോന്നുന്നു നമുക്ക് സുഖമായിട്ട് ഒരു 4000 മെമ്പേഴ്സ് ബി എൻ എൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉണ്ടാകാൻ സാധിക്കും. ഓക്കെ സോ താങ്ക്സ് ഫോർ ദ ടൈം ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. വണ്ടർഫുൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.